അരൂരിനെ പോലുള്ളവർ കോൺഗ്രസിൽ ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. കേരള സംസ്ഥാനത്ത് വ്യവസായവൽക്കരണത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ അടക്കമുള്ളവരെല്ലാം വ്യവസായികൾ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കോലാഹലം മുഴുവൻ. അങ്ങനെ സത്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് എങ്കിൽ അദ്ദേഹം വേറെ വഴികൾ നോക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂർ അനാഥമാവില്ല കേരള രാഷ്ട്രീയത്തിൽ. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കട്ടെ. അദ്ദേഹം വരികയാണെങ്കിൽ സിപിഎം തയ്യാറാണ് സ്വീകരിക്കാൻ. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് എത്ര പേരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം കോഴിക്കോട് പാർട്ടി സെക്രട്ടറി അല്ലേ ചെന്ന് അവരെ കൈകൊടുത്ത് സ്വീകരിച്ചത്. അപ്പോൾ ശശി തരൂരിനോട് ഞങ്ങൾക്ക് ഇത്ര മടുപ്പുണ്ടാവേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വായിൽ ഞങ്ങളുടെ വാക്കുകൾ തിരികെ കയറ്റാതൊന്നും ഞാനില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാകട്ടെ. ഒരു കാര്യം ഉറപ്പ്, കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ അനാഥാവില്ല. അതുപോലെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ UDF മുന്നണിയിൽ എല്ലാവരും അസംതൃപ്തരാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെയാണ്? കാരണം കോൺഗ്രസിനുള്ളിൽ അത്രക്കേറെ ഭിന്നതയാണ്. കോൺഗ്രസ്സാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. അങ്ങനെ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയിൽ ഭിന്നതയും കാലുവാരലും വർദ്ധിച്ചു വരുമ്പോൾ ബാക്കിയുള്ളവർ അസംതൃപ്തരാവില്ലേ? തങ്ങളുടെ ഭാവി എന്തെന്ന് മുന്നണിയിലുള്ളവർ ചിന്തിക്കത്തില്ലേ? ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ഇല്ലെന്ന്. കേരള രാഷ്ട്രീയം ഇതുവരെ തുടർന്നു വന്ന ഒരു സമീപനത്തെ പരിപൂർണമായി തള്ളിക്കളയുന്ന രാഷ്ട്രീയ സമീപനമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ LDFും UDFും കടുത്ത മത്സരത്തിൽ ഇന്നല്ല എത്രയോ ദശാബ്ദമായി തുടരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളിലൊക്കെ യോജിക്കുക മാത്രമല്ല, നാടിൻ്റെ വികസന കാര്യങ്ങളിൽ യോജിച്ചാൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതേ ഇന്നിപ്പോൾ ഇവിടെ അധികാര വികേന്ദ്രീകരണ സെമിനാർ നടക്കുന്നു. ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പാക്കിയത് UDFിൻ്റെ സഹകരണത്തോടെയല്ലേ? UDF അധികാരത്തിൽ വന്നിട്ടും അതിനെ പാടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു തുടർച്ചയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. സാധ്യമായിട്ടാണ് ഒരു കാര്യത്തിലും പ്രതിപക്ഷത്തിൻ്റെ കടമ എല്ലാ കാര്യത്തിലും എതിർക്കുക മാത്രമാണ് എന്നൊരു സമീപനം സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമാണ്. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് UDF ഘടകകക്ഷികൾക്കുള്ള അസംതൃപ്തി എന്ന് ഞാൻ പറയുന്നു. ഈ മൂന്നാം തവണയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നാണ് ശശി തരൂർ തന്നെ പറയുന്നത്. അത് തന്നെയാണോ വരാൻ പോകുന്ന ഒരു അവസ്ഥ? അങ്ങനെ തന്നെയാണോ നിലവിൽ? അതിനെക്കുറിച്ച് സംശയമുണ്ടോ? മൂന്നാം തവണ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും, ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരും. കാര്യങ്ങൾ അങ്ങോട്ടോ പോകണം കേട്ടോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടി കണ്ടിട്ട്, ഇടതുപക്ഷ തിരിച്ചടി കണ്ടിട്ട് മനപ്പായസാരും കൊണ്ടുണ്ടാകും. 2019 നടന്നതാണ്, ആ അനുഭവമുണ്ട്. ഇപ്പോൾ ഉള്ള നിക്ഷേപ സംഗമം, എല്ലാവർക്കും തൊഴിൽ നൽകുന്നത്, മാർച്ച് 30 സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് കേരളം നീങ്ങുന്നത്, വയോജനങ്ങൾക്ക് മുഴുവൻ അവരുടെ അവകാശങ്ങൾ സമ്പൂർണ്ണമായിട്ട് സർക്കാർ ഗ്യാരണ്ടി ചെയ്യാൻ പോകുന്നത്, അതിദാരിദ്ര്യം ഇല്ലാതാവുന്നത്, ഇതൊക്കെ കേരളത്തിൽ വേറിട്ട് മറ്റൊരു അന്തരീക്ഷം സൃഷ്ടിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല.